ഈ കാലഘട്ടമല്ല, ആരംഭം മുതലേ തന്നെ തിന്മയുടെ ആധിപത്യം അത് വളരെ വലുതാണ്. എന്നാൽ പാപം വർദ്ധിച്ചെടുത്ത് കൃപ അതിലേറെ വർദ്ധിച്ചു എന്ന് തിരുവചനം സാക്ഷ്യപ്പെടുത്തുന്നു. എല്ലാവിധ പാപവും പാപകരമായ സാഹചര്യങ്ങളും ആസക്തികളും അടിമത്തങ്ങളും മൂലം മനുഷ്യൻ തന്റെ വിശുദ്ധമായ ജീവിതം നയിക്കേണ്ട മനുഷ്യൻ അവന് തന്റെ വിശുദ്ധി ഓരോ ദിവസവും അനുനിമിഷവും നഷ്ടമായിക്കൊണ്ടിരിക്കുന്നു. ഇതിലൂടെ സംഭവിക്കുന്ന അപകടം അത് വളരെ വലുതാണ്. കാരണം നമ്മുടെ ജീവിതം എന്നത് ഈ ലോകത്തിൽ ജനിച്ച് ഇവിടെ തന്നെ മരിച്ച് ഇവിടെ തന്നെ അവസാനിക്കാനുള്ള ഒരു ജീവിതമല്ല. അങ്ങനെയല്ല മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത്. അവനെ അനന്തതയുടെ സാദൃശ്യത്തിലാണ് സൃഷ്ടിച്ചത് എന്ന് തിരുവചനം സാക്ഷ്യപ്പെടുത്തുന്നു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, എന്നാൽ മനുഷ്യൻ പാപം ചെയ്തത് മൂലം ദൈവത്തിൽ നിന്ന് അകന്നു. പാപത്തിന്റെ അടിമത്തത്തിൽപ്പെട്ട് ഇന്നും അനേകം ജീവിതത്തിന്റെ ആസക്തികള്, ഈ ലോകത്തിന്റെ മോഹങ്ങള്, ഈ ലോകത്തിന്റെ പ്രവണതകൾക്കനുസരിച്ച് ജീവിക്കുമ്പോൾ അവൻ ദൈവത്തെ മറക്കുവാനും ദൈവികമായ രഹസ്യങ്ങളെ തള്ളിപ്പറയുവാനും ദൈവത്തിന്റെ രക്ഷാകര ദൗത്യത്തെയും രക്ഷാകര ദാനത്തെയും ആവശ്യമില്ല എന്ന രീതിയിൽ തള്ളിക്കളഞ്ഞുകൊണ്ട് ജീവിക്കുവാനും അവനെ പിശാച് ഇന്നും പ്രലോഭിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. പ്രിയമുള്ളവർ, അതിനാൽ തന്നെയാണ് മദ്യത്തിനും മയക്കുമരുന്നിനും മറ്റമിതമായ ധനമോഹത്തിനും ഈ ലോകത്തിൻ്റെതായിട്ടുള്ള എല്ലാവിധ അഴുക്കുചാലുകളിലൂടെയും കടന്നു പോകുവാൻ മനുഷ്യനെ പിശാച് പ്രലോഭിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുവഴി അവനിൽ നിക്ഷിപ്തമായിരിക്കുന്ന അനന്ത ജീവന് വേണ്ടി ദൈവം അവനിൽ നിക്ഷേപിച്ചിരിക്കുന്ന അവന്റെ സുന്ദരമായ ആത്മാവിന്റെ നാശമാണ് പിശാച് ലക്ഷ്യം വെക്കുന്നത്. വചനത്തിൽ പ്രകാരമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്, പിശാചിന്റെ അസൂയ മൂലം മരണം ലോകത്തിൽ പ്രവേശിച്ചു. അതേ പ്രിയമുള്ളവരെ, പൈശാചിക ശക്തികൾ ഇന്നും മനുഷ്യന്റെ ആത്മാവിനെ ലക്ഷ്യമാക്കി അനേകം തിന്മയുടെ പദ്ധതികൾ രൂപകൽപ്പന ചെയ്തുകൊണ്ടിരിക്കുന്നു. ദൈവത്തിൽ നിന്ന് അകറ്റുവാനാണ് ഓരോ നിമിഷവും പിശാച് കിണഞ്ഞ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിന്റെ ദൈവത്തിന്റെ ചൈതന്യത്തെ തള്ളിപ്പറയുവാൻ, സത്യത്തെ നിഷേധിക്കുവാൻ, ഇരുട്ടിനെ പ്രണയിക്കുവാൻ, വെളിച്ചത്തെ തള്ളിപ്പറയുവാനാണ് മനുഷ്യനെ ഇന്നും പിശാച് അനുനിമിഷം പ്രലോഭിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇതിനെല്ലാം പരിഹാരമെന്നോണം പ്രത്യക്ഷപ്പെട്ട ലോകത്തിന്റെ പ്രകാശമാണെന്ന് സ്വയം വിളിച്ചു പറഞ്ഞ് പ്രഖ്യാപിച്ച, നാമൽ അനേകർ അനുഭവിച്ച, അനേകം തലമുറകൾ ഏറ്റെടുത്ത യേശുക്രിസ്തുവിലൂടെ വെളിപ്പെട്ട കൃപയും സത്യവും അത് മനുഷ്യരെ ജീവനിലേക്ക് നയിക്കുന്നു.